അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 11 മണിക്കാണ് മുതൽ വൈകിട്ട് 3 വരെയാണ് പൊതുദർശനം നടക്കുക. തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനാവശ്യത്തിനായ നേരത്തെ തന്നെ മരണ ദിവസം തന്നെ തീരുമാനിച്ചതാണ്. 3 മണിയോടുകൂടി എയിംസിന് വിട്ടു നൽകുകയും ചെയ്യും. ബാലഗോപാലുണ്ട്. ബാലഗോപാൽ, ഇന്നലെയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തി പ്രിയപ്പെട്ട നേതാവിന് എല്ലാവരും വിട ചൊല്ലുകയാണ്. ഇന്ന് എത്ര സമയം ഈ പൊതുദർശനം കൃത്യമായിട്ടുണ്ടോ? ഇന്നലെയൊക്കെ വലിയ മഴയാണ്, ഇന്നും മഴയുണ്ട്. അതൊക്കെ ഇതിനെ ആളുകൾക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ പോലും ദിവിഷൻ, നിലവിൽ സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന വസന്തൂജിലെ അദ്ദേഹത്തിലെ വീട്ടിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി വസന്തൂജിലെ വസതിയിൽ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങി നിരവധി പേർ യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇന്നലെ എത്തിയിരുന്നു. ഇന്ന് രാവിലെയും പല പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 9:30 മണിയോടുകൂടി വസന്തൂജിലെ വീട്ടിൽ നിന്നും ഈ ഭൗതിക ശരീരം ഡൽഹിയിലെ AKG ഭവനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ അവിടെ AKG ഭവനിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള പന്തലിൽ ഈ ഭൗതിക ശരീരം വയ്ക്കുകയും അവിടെ ഈ ആദരാഞ്ജലികൾ ഉള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം വിലാപയാത്രയായി ഭൗതിക ശരീരം ഡൽഹിയിലെ 14 അശോക റോഡിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അതായത് 14 അശോക റോഡിലായിരുന്നു CPMൻ്റെ പഴയ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നത്. കൽക്കട്ടയിൽ നിന്ന് പാർട്ടിയുടെ പാർട്ടി ആസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ അന്ന് ആദ്യം പാർട്ടി ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത്, കേന്ദ്ര കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് 14 അശോക റോഡിലാണ്. അതുകൊണ്ടാണ് യെച്ചൂരിയുടെ കർമ്മമണ്ഡലം കഴിഞ്ഞ കുറേ കാലമായി യെച്ചൂരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 3 പതിറ്റാണ്ടായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന AKG ഭവനിൽ നിന്ന് വിലാപയാത്രയായി ഈ ഭൗതിക ശരീരം 14 അശോക റോഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വിലാപയാത്രയിൽ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ വിവിധ നേതാക്കൾ, അതുപോലെ തന്നെ 100 പാർട്ടി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. 14 അശോക റോഡിൽ നിന്നാണ് ഈ മൃതദേഹം എയിംസിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് പഠനാവശ്യങ്ങൾക്കായി എയിംസിലെ വിദ്യാർത്ഥികൾക്ക് യെച്ചൂരിയുടെ ആവശ്യപ്രകാരം ഈ മൃതദേഹം കൈമാറുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്നലെ മുതൽ നിരവധി പേരാണ് യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായും തങ്ങളുടെ പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുന്നതിനുമായും അദ്ദേഹത്തിന് വീട്ടിലും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും AKG ഭവനിൽ നിരവധി പേർ, അതായത് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ഒരു വലിയ ജനക്കൂട്ടം യെച്ചൂരിയെ കാണുന്നതിനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി പാർട്ടി ഓഫീസിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.